ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയാണെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. EVM ചർച്ചകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണിതെന്നും അഖിലേഷ് യാദവ് കൂട്ടിച്ചേർക്കുന്നു. ബീഹാർ, മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് സംഭവിച്ച പരാജയം ഒത്തുകളിയാണെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ജയിച്ചാലും EVMന് കടക്കപ്പുറതിയില്ല, തോറ്റാലും EVMന് കടക്കപ്പുറതിയില്ല. അപ്പോൾ BJP മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണ് ദേശീയ അധ്യക്ഷന്റെ മണ്ഡലത്തിൽ എന്നാണ് ഈ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് കണ്ടെത്തിയിരിക്കുന്നത്. വല്ലാത്ത ജന്മങ്ങളാണ്. വാർത്തയിലേക്ക്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്കുണ്ടായ തോൽവിയെ BJP ബോധപൂർവം സൃഷ്ടിച്ച തോൽവി എന്നാണ് പറയുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. മാത്രമല്ല, ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ BJP ക്രമക്കേട് നടത്തുമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് കൂട്ടിച്ചേർത്തു. विपक्षी लोग EVM की बात नहीं करेंगे। ये जनता को धोखा देने के लिए उपचुनाव इन्होंने हारने का काम किया है। और अगर ये कुनरकी की तरह चुनाव लड़े होते तो बताओ चुनाव का परिणाम क्या होता। ये जो उत्तर प्रदेश में बाई इलेक्शन हुआ, अगर वैसे ही ये BJP के लड़े होते तो चुनाव कैसा होता। और अगर इन्होंने कुछ सेटिंग कर ली होती तो बताओ चुनाव का परिणाम क्या होता। ये बांकीपुर के चुनाव के हारने के बाद BJP वाले BJP को लड्डू खिला रहे, सोचिए आप। അഖിലേഷ് യാദവ് പുതിയ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഇന്ത്യ സഖ്യത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. BJPക്ക് ബീഹാറിലും മധ്യപ്രദേശിലുമുണ്ടായ പരാജയം രാഷ്ട്രീയ നേട്ടമായി അവകാശപ്പെട്ട പ്രതിപക്ഷത്തിന് അഖിലേഷിന്റെ പ്രസ്താവന തിരിച്ചടിയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയും അഖിലേഷുമാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ കോൺഗ്രസ് പരാജയപ്പെടുന്ന സമയങ്ങളിലാണ് EVMന്റെ കടുത്ത വിമർശകനാകുന്നത്. ജനം, ഡൽഹി.